അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഈ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ അന്ന് രണ്ട് പ്രതികരണങ്ങളും, ഇന്ന് വെള്ളാപ്പള്ളി പ്രതികരിക്കുന്നു, അതിനുശേഷം സുകുമാരൻ നായർ വാർത്താ സമ്മേളനമാണ് നടത്തുന്നത്. രണ്ട് പ്രതികരണങ്ങളിലും ഐക്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ ഐക്യപ്പെടൽ പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് എന്താണോ നേരത്തെ പറഞ്ഞിരുന്നത് അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് സുകുമാരൻ നായർ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വർഗീയത പറയുന്നതിനെയാണ് എതിർക്കുന്നത് എന്ന് ഇപ്പോൾ വി ഡി സതീശൻ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നു. തിണ്ടനിരങ്ങൽ പ്രയോഗം നടത്തിയത് അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടത് പരസ്യമായിട്ടാണ്. ആ പരസ്യ ഖേദപ്രകടനം ഇല്ലാതെ വന്ന് കണ്ടതുകൊണ്ട് ഒരു പരിഹാരവും ആകില്ല എന്ന് പറയുന്നു. അപ്പോൾ വി ഡി സതീശനെ പൂർണ്ണമായും വെട്ടുന്ന സുകുമാരൻ നായരെയാണെന്ന് കണ്ടത്. അതോടൊപ്പം അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് വെള്ളാപ്പള്ളി. എന്താണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം? വി ഡി സതീശനെ എന്നല്ല, ഞങ്ങളുടെ ഏത് നേതാവിനെയും വിമർശിക്കാനുള്ള അവകാശം സമുദായ സംഘടനകൾക്കല്ല ഏത് സംഘടനയ്ക്കും വ്യക്തിക്കുണ്ടെന്നേ. ഞങ്ങളൊന്നും അതിൽ പ്രകോപിതരായി അതേ ഭാഷയിൽ അതിലും മോശമായി അധിക്ഷേപിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ പറഞ്ഞതിന് ചില സന്ദർഭങ്ങൾ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഒരു സമുദായ സംഘടനാ നേതാവിനെയും നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടില്ല, വിളിക്കുകയുമില്ല. പക്ഷേ ഞങ്ങൾ ഇത്തരം ഭീഷണികൾക്കും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ അതിന് മുന്നിൽ മുട്ടും മടക്കുന്ന പ്രശ്നവുമില്ലാന്നേ. ഈ പറയുന്ന സമുദായ സംഘടനകൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ തന്നെ ജയിച്ച ചരിത്രമുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക്. വി എം സുധീരനെതിരെ പറഞ്ഞു, വി എം സുധീരൻ വിജയിച്ചിട്ടില്ല ആലപ്പുഴയിൽ. കെ സി വേണുഗോപാലിനെതിരെ നിലപാടെടുത്തു, കെ സി വേണുഗോപാൽ വിജയിച്ചിട്ടില്ല ആലപ്പുഴയിൽ. ഈ പറവൂരിൽ തന്നെ ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാൽ അവിടുത്തെ സോഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താ? അവിടെ ഭൂരിപക്ഷ പ്രദേശമാണെന്നേ. അപ്പോൾ അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എടുക്കേണ്ട രാഷ്ട്രീയമായ നിലപാടുകൾ കൃത്യമായി എടുത്ത് തന്നെ മുന്നോട്ട് പോകും. സമുദായ സംഘടന ഇപ്പോൾ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ചോദിച്ചത് സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടാണ്. ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ട് ഇപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ തവണ പിന്തുണ അഭ്യർത്ഥിച്ചു. അങ്ങനെ പിന്തുണ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള പിന്തുണ കഴിഞ്ഞ തവണ നൽകി, 2021 നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വിജയം. ഇത്തവണ അങ്ങനെ ഒരു പിന്തുണ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി തീർത്തു പറയുകയാണ്. അല്ല, ഒരു സുകുമാരൻ നായർ ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടെടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ്സുകാരായി ഞങ്ങൾക്ക് പറയാൻ കഴിയുമോ? സുകുമാരൻ നായരുടെ നിലപാടെടുക്കാം. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി വി ഡി സതീശന് പറവൂരിൽ മത്സരിക്കാതിരിക്കാൻ കഴിയുമോ? അദ്ദേഹം മത്സരിക്കുമല്ലോ. ഇവിടെ ഞങ്ങളുടെ നിലപാട് വളരെ മാന്യമായി പറഞ്ഞു. ഞങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ ആ നിലപാട് പറയും. സമുദായ സംഘടനകളുടെ നിലപാട് പ്രഖ്യാപിക്കാം. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഞങ്ങളെടുക്കും. അതിൽ സമുദായ സംഘടനകൾ ഇടപെടണ്ട. അതാണ് ഞങ്ങളുടെ എക്കാലത്തെ നിലപാടെന്ന് പറയുന്നത്. അവർക്ക് പറയാം, അഭിപ്രായം പ്രകടിപ്പിക്കാം, അതൊക്കെ ചെയ്യാം. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സമുദായ സംഘടനകൾക്കോ സാമുദായികതയ്ക്കോ എതിരല്ല. ഇപ്പോൾ SNDPയുടെ 2 ജനറൽ സെക്രട്ടറിമാരെ മുഖ്യമന്ത്രിമാരാക്കിയ പ്രസ്ഥാനമാണ് സി കേശവനെ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സി കേശവനെയും ആർ ശങ്കറേയും മുഖ്യമന്ത്രിയാക്കിയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സാമൂഹിക സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് 2 സംഘടനകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരായി എന്ന് സമാനമായ ചരിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. NSSനെ സംബന്ധിച്ച് മന്നത്ത് പത്മനാഭനും കെ കേളപ്പനും ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ 2 സംഘടനകളുമായി സവിശേഷമായി SNDPയുമായി ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. NSSലും മന്നത്ത് പത്മനാഭനും ഈ പറയുന്ന കേളപ്പനുമൊക്കെ കോൺഗ്രസിലുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ സാമുദായികതയ്ക്ക് ഞങ്ങളെതിരെയല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സാമുദായികത സമം വർഗീയത എന്നല്ല. ഒരു സമുദായത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഒരു സമുദായത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പറയുന്നത്, ഇതൊന്നും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായി ഞങ്ങൾ കരുതുന്നില്ല. അതെ, പക്ഷേ അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യം, എന്തിനാണ് ഞങ്ങളെ കാണാൻ വരുന്നത്? അതായത് രാഷ്ട്രീയത്തിൽ സമുദായ നേതാക്കൾ ഇടപെടേണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ കാണാൻ എന്തിനാണ് വരുന്നത്? ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ അത് കാണാൻ വരണ്ട എന്നാണ് പറയുന്നത്. അതിൽ ഒരു നിലപാടെടുക്കണം. കാരണം അന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനം അതിശക്തമായ സുകുമാരൻ നായർ പ്രതികരിച്ച ശേഷം രാത്രി അവിടെ കാണാൻ പോകുന്നുണ്ട്. സമുദായ സംഘടനകളെ കാണാൻ പോകുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല. ഒരു സമുദായ സംഘടനാ നേതാവ് ഒരു വോട്ടർ കൂടിയാണ്. അവർക്ക് അവരുടെ ആളുകൾ വന്ന് വോട്ട് ചോദിക്കാൻ വരും, ഇലക്ഷനിൽ പിന്തുണ തേടിയൊക്കെ പോകും. അതിനകത്ത് എന്താ പ്രശ്നം?
ഞങ്ങളാരും ഇതിനകത്ത് വളരെ കൃത്യമായി സമുദായ സംഘടനകളുടെ അസ്തിത്വം ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാടൊന്നും കോൺഗ്രസിനില്ലല്ലോ. കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരേ സമയം SNDPയുടെയും കോൺഗ്രസിൻ്റെയും നേതൃസ്ഥാനം അലങ്കരിച്ച ആളുകളുണ്ടായിട്ടുണ്ട്, അവരെ മുഖ്യമന്ത്രിമാരാക്കിയിട്ടുണ്ട്. അപ്പോൾ NSSുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, മന്നത്ത് പത്മനാഭൻ്റെ പൊളിറ്റിക്കലായുള്ള പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടല്ലേ. കേളപ്പൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആരായിരുന്നു, അതിലൊന്നും പ്രശ്നമില്ല. അതേസമയം സമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാം എന്നതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ആ നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ സുകുമാരൻ നായരെ ആയാലും വെള്ളാപ്പള്ളി നടേശനെ ആയാലും വളഞ്ഞിട്ട് ആക്രമിക്കാനൊന്നും ഞങ്ങൾ നിൽക്കില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഈ നിലപാട് തന്നെ ഉറച്ചു നിൽക്കും. ഇവിടെ പോലും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അത്തരം കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞതിന് അതേ ഭാഷയിൽ അതേ തീവ്രതയിൽ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളത് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയല്ലെന്നേ കാണുന്നത്. SNDP എന്ന് പറയുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ ഇങ്ങനെയാണോ മറുപടി പറയുക? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അതൊരു ഇരട്ടമുഖമല്ലെന്നേ. ചില ഘട്ടങ്ങളിൽ ഈ പറയുന്ന, ഞാൻ ഒരു കാര്യം സ്മൃതിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി ചാക്കോ എന്ന് പറയുന്ന CPMൻ്റെ മൺമറഞ്ഞ നേതാവ്, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി സ്ഥൈര്യലേപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞ ഒരു ബിഷപ്പിനെ അറയ്ക്കുന്ന ഭാഷയിൽ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ആളുടെ പേര് പിണറായി വിജയൻ എന്നാ. ആ പിണറായി വിജയൻ വേദിയിലിരുത്തി വെള്ളാപ്പള്ളി നടേശൻ പറയുക പിണറായി വിജയൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞപ്പോൾ, വിശ്വാസിയല്ല എന്ന് കരുതുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. പിണറായി വിജയൻ ഒരു വിശ്വാസിയാണെന്നുള്ള അഭിപ്രായം എനിക്കോ സ്മൃതിക്കോ ഉണ്ടാവാൻ വഴിയില്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ വിശ്വാസിയല്ലാത്ത എന്നോട് വിശ്വാസിയല്ല എന്ന് പറഞ്ഞു, മോശമായി പറഞ്ഞു എന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ രണ്ട് തരത്തിലുള്ള നിലപാടാണെന്നേ. ഒരു വശത്ത് മത്തായി ചാക്കോ സ്ഥൈര്യലേപനം സ്വീകരിച്ചില്ല എന്ന് പറയാൻ ആധികാരികമായി പിണറായി വിജയൻ കഴിയില്ല. അത് മത്തായി ചാക്കോ അപ്പോഴില്ല. പക്ഷെ സഭ ഔദ്യോഗികമായി പറഞ്ഞു സ്ഥൈര്യലേപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അങ്ങേയറ്റം നിന്ദ്യമായി ആക്രമിക്കുകയും, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ മാന്യമായി ഞാനൊരു വിശ്വാസിയല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കാപട്യമില്ല. സമുദായ സംഘടനകളെയോ വിശ്വാസത്തെയോ ഇൻഫീരിയറായി കാണുന്ന ആളുകളല്ല. വിശ്വാസിയായ ആളേക്കാൾ മികച്ച ഒരാളാണ് വിശ്വാസമില്ലാത്ത ആളെന്നൊരു ഹൈരാർക്കി ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ഈ സാമുദായികതയ്ക്കും സമുദായ സംഘടനകൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നതല്ല. പക്ഷെ ഞങ്ങളുടെ അജണ്ട തീരുമാനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, ഞങ്ങളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ, ഞങ്ങൾ അതിനെ നേരിട്ട് വിജയിച്ച ചരിത്രമുണ്ട്. അത് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്, ഈ പറയുന്ന പറവൂരുണ്ടായിട്ടുണ്ട്, പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവർ ഞങ്ങളെ പിന്തുണയ്ക്കില്ല എന്നൊന്നും പറഞ്ഞാൽ പിറ്റേ ദിവസം പണി മതിയാക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന ആളുകളല്ല, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. ശരി, അതൊരു ഉറച്ച നിലപാടായി കേൾക്കുകയാണ്. Debate with Smriti Parathikkad.